ഓൾഡ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ചിത്രരചനയ്ക്ക്, ചിത്രകാരികൾക്ക്, ചിത്രകാരന്മാർക്ക് വരയ്ക്കാനുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വരും വർഷങ്ങളിൽ ഗുരുസ്മരണീയവും ചിത്രകലാ ക്യാമ്പും ചിത്രകലാ മത്സരവും എല്ലാം ഇവിടെ ഉണ്ടാവണം എന്ന ഒരു ചെറിയ അപേക്ഷയുണ്ട്, ബട്ടേരിയോടുണ്ട്. അത് വിട്ടുകളയരുത്. ഗണപതി മാഷെ ആദരിക്കുക, അനുമോദിക്കുക, ആ ഓർമ്മകൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം, ചെറിയ കാര്യമല്ല അത്. ഒരുപക്ഷെ മലയാളത്തിലെ പ്രശസ്തരായ ഒരു ചിത്രകാരന്മാർക്കോ ചിത്രകാരികൾക്കോ കിട്ടാത്ത ഒരു വലിയ ഒരു സന്ദർഭം ഒരുക്കി വച്ചിരിക്കുകയാണ് ഇവിടെ. അദ്ദേഹത്തെ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ, അതും 10-35 പേര് ചേർന്നിട്ടുള്ള ഒരു ഗണപത് എന്ന് പറയുന്ന മേൽവിലാസത്തിലുള്ള ഈ സംഘടന, അത് വളരെ ഭംഗിയായി ബട്ടേരി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു ഒറ്റയാൾ പട്ടാളമാണ് എന്നെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മറ്റാരും ഞാൻ തള്ളി പറയുന്നില്ല, അവരൊക്കെ കൂടെയുണ്ട്. എങ്കിൽ പോലും അതിനൊരു കടിഞ്ഞാൻ പിടിക്കണ്ടേ, അത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചിത്രകല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഒന്നും പറയുന്നില്ല. ചിത്രം കണ്ട് ആസ്വദിക്കാതെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുന്നത് ചിത്രകലയാണ്. അതിന് മേലെ ഒരു ഭാഷയില്ല. നമുക്കൊരു ചിത്രം വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ വിവരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കണ്ടാൽ മനസ്സിലാവും. കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കണ്ടാൽ മനസ്സിലാവും. അതാണ് ചിത്രകല. നമുക്ക് എന്നും മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ലോകോത്തര ചിത്രകാരൻ ജനിച്ചതും ഇവിടെയാണ്, രാജാ രവിവർമ്മ. അതിൻ്റെ പാരമ്പര്യം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകാരന്മാർ എന്നോട് ഗിരീഷ് പട്ടേലിനോട് പറഞ്ഞു, അമ്പേട്ട എല്ലാം നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് അമ്പേട്ടൻ വന്ന് ഒരു പെയിൻറ്റിങ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ സ്നേഹപൂർവ്വം പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. നടക്കില്ല. മറ്റൊന്നല്ല, ഞാനൊരു ക്യാമ്പിലും പോയി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാറില്ല. എനിക്ക് അതിൻ്റെ ഒരു സ്വകാര്യതയുണ്ട്. മറ്റൊന്ന്, എന്നേക്കാളും നന്നായി വരയ്ക്കുന്നവരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. സത്യമാണല്ലോ. അസലായിട്ട് ഇതെനിക്കുന്നതൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അത്രയൊന്നും വരയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ, ഒട്ടുമേ അല്ല. അപ്പോൾ അവർ വരയ്ക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഒരു കുത്തിവര വേണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചത് കൊണ്ടാണ്. അത് മറ്റുള്ളവരെ ഒന്നും എന്നോട് വിഷമം തോന്നരുത്. ഞങ്ങൾ വരയ്ക്കുന്ന കൂട്ടത്തിൽ ഇയാൾക്കിരുന്ന് വരയ്ക്കാൻ പറ്റില്ല, അങ്ങനെ തോന്നരുത്. അങ്ങനെയല്ല. ചിത്രകലയിൽ ഞാൻ വലിയ ഒരു ശിശു മാത്രമാണ്. നമ്മുടെ ദാസേട്ടൻ യേശുദാസ് പറഞ്ഞ മാതിരി സംഗീതത്തിൽ ഞാൻ ഒരു കഥകളിയിൽ ചെറിയ തുള്ളിയാണെന്ന് പറയുന്ന മാതിരി ബ്രദറിന് അന്തമിട്ട് നോക്കുക. ലത ചിത്രകാരിയാണ്, നല്ല ഗായികയാണ്. എൻ്റെ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള എൻ്റെ ചിത്രകല ക്യാമ്പിലൊക്കെ വന്ന് ഒരു പാട്ട് പാടും ലതയുടെ വർക്കും നന്നായിട്ടുണ്ട്. ആരടുത്ത പേര് ഞാൻ പറയുന്നില്ല. മറ്റൊന്ന് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഹരിദാസ്, എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ശങ്കരേട്ടൻ, ശങ്കർ ഫോട്ടോസ് എന്ന് പറയുന്നത്. കാരണം ഞാനൊക്കെ മറ്റേ തൃശ്ശൂർ ഒക്യുപ്പേഷൻ സ്റ്റുഡൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സാണ്. അവിടെ പഠിക്കുന്ന കാലത്തൊക്കെ അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നു. അവിടെ ശങ്കർ ബ്ലോക്കിലൊക്കെ ഒരു കാലഘട്ടം. എന്തായാലും ചിത്രകലയുടെ ഒരു കേദാരത്തിലേക്ക്, ചിത്രകലയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക്, കലയുടെ ഒരു 4 കെട്ടിലേക്ക് അല്ലെങ്കിൽ 16 കെട്ടിലേക്കോ ഇവിടെ കാലെടുത്ത് വെച്ച ആ ധന്യ നിമിഷം എൻ്റെ മനസ്സിലെ ജീവിതത്തിലെ ഒരു വലിയ നിമിഷമായി എൻ്റെ മനസ്സിൽ ഞാനത് ഏറ്റെടുക്കുന്നു. ഇവിടെ വന്ന് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ ചിത്രകാരന്മാരും ചിത്രകാരികളോടും എൻ്റെ അഭിനന്ദനങ്ങൾ സ്നേഹഭാഷയിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ എല്ലാവരും നന്നായിട്ട് സ്കെച്ച് ചെയ്തു. ഞാൻ നടന്നു നോക്കി, നന്നായി സ്കെച്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 4 പേര് ഇടം കയ്യന്മാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലെങ്കിലും ഇടത്ത് കൈ കൊണ്ട് വരയ്ക്കുന്ന കുട്ടികൾ 3 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി മാത്രമാണ് ഇടം കയ്യൻ. വരയ്ക്കാൻ ഞാൻ വരച്ച് ശീലിച്ചതാണ്. എനിക്ക് അടുത്ത കൈ കൊണ്ട് ഒരു അക്ഷരം പോലും എഴുതാൻ എനിക്ക് പറ്റില്ല. പക്ഷെ അതുപോലും എന്നെ അത്ഭുതപ്പെടുത്തി. എന്തായാലും ബട്ടേരി ഇവിടെ ഉണ്ടല്ലേ? ബട്ടേരി ഉദ്ഘാടന പ്രശ്നം ഇല്ല കേട്ടോ. കാരണം 6 മണിക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണെന്ന് ഇതിൻ്റെ ബ്രോഷറിൽ ഞാൻ കണ്ടതുകൊണ്ടും, ഇനി അത് കണ്ടില്ലെങ്കിൽ തന്നെയും ഒരു കാരണവശാലും നിങ്ങളെ വാക്കുകൊണ്ട് മുഷിപ്പിക്കരുന്ന് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് കൊണ്ടും എനിക്ക് ചെയ്യാനുള്ളത് ഉദ്ഘാടനം എന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഞാനല്ല, തിരികൊളുത്തിയപ്പോൾ അതിന് എന്തോ ഒരു ശക്തി, അദൃശ്യ ശക്തി ആരുടെയോ കൈ പിടിച്ചുകൊണ്ട് ആ തിരി കൊളുത്തിയപ്പോൾ അതെല്ലാം കഴിഞ്ഞു.
ഇനി എനിക്കൊരൊറ്റ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഇവിടുത്തെ നാട്ടുകാരോട്. ഈ ഗിരീഷ് ഭട്ടത്തിൽ ഞാൻ വിളിക്കുന്ന പട്ടേലിയുടെ കലാപരമായ എല്ലാ പിന്തുണയും നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. ഈ ഗ്രാമത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഇത് എന്ന് നിലനിൽക്കണം. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതിനോടുള്ള ആൾക്കാർ, ബന്ധപ്പെട്ട ആൾക്കാരും ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് സപ്പോർട്ട് ആവശ്യമാണ്. ഏത് കലകൾക്കും ഒരു വളർച്ചയ്ക്ക് പുറകിൽ ഒരു വലിയ സപ്പോർട്ട് ആ കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഭരണകക്ഷികൾക്ക് ഉണ്ട്, എന്നോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ടെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ഞാൻ ചെയ്യുന്നില്ല, ചെയ്തു കഴിഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് അത് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നല്ല മനസ്സുകളെ നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ പങ്കെടുത്ത കൊച്ചുകുട്ടികളായ ചിത്രകാരികൾക്കും ചിത്രകാരന്മാർക്കും മുതിർന്ന പ്രൊഫഷണൽ ചിത്രകാരന്മാർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാ ചിത്രങ്ങളും നല്ല ചിത്രങ്ങളാണ്, അതെല്ലാം വിറ്റുപോകട്ടെ. ക്യാൻവാസ് കൊടുത്തത് ബട്ടേരിയാണ്, കളർ കൊടുത്തത് ബട്ടേരിയാണ്, വെച്ച് വരയ്ക്കാൻ ഈസിൽ കൊടുത്തത് ബട്ടേരിയാണ്. പറ്റുമെങ്കിൽ എല്ലാവരുടെ പടം മേടിച്ചിട്ട് ബട്ടേരി അവർക്കെല്ലാവർക്കും 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കണമെന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എന്നോട് പറയാം, ഞാൻ ആ പൈസ അവർക്ക് കൊടുക്കുന്നതാണ്. യാതൊരു സംശയമില്ല. 1 ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു മോഹം മാത്രം കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.